ഇലക്ഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ബാനറുകൾ കൊണ്ട് നിറഞ്ഞ തെരുവുകളും പോസ്റ്ററുകൾ പതിച്ച ഭിത്തികളും സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ജംഗ്ഷനുകളുമാണ് മനസ്സിലേക്ക് എത്തുന്നത്. ബാനറുകൾ വെക്കാതെ പോസ്റ്ററുകൾ പതിക്കാതെ ഇലക്ഷൻ പ്രചാരണം നടത്തി വിജയിക്കുവാൻ കഴിയുന്ന ആത്മവിശ്വാസവും ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ അതിനുള്ള ചങ്കൂറ്റം കാട്ടിയിരിക്കുകയാണ് പുതുപ്പള്ളി MLA ആയ നിയുക്ത സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ. ഇലക്ഷൻ പ്രചാരണത്തിനുള്ള പോസ്റ്ററുകളും ബാനറുകളും നിറച്ച് തെരുവോരങ്ങൾ വൃത്തികേടാക്കുന്നതിൽ തന്റെ പങ്കുണ്ടാകേണ്ടെന്ന തീരുമാനത്തിലാണ് ചാണ്ടി ഉമ്മൻ. ഇവ ഒഴിവാക്കുന്നത് വഴി ഇലക്ഷൻ പ്രചാരണത്തിനായി ചിലവാക്കേണ്ടി വരുന്ന വലിയൊരു പങ്ക് ലാഭിക്കുവാനും ആ പണം ഉപയോഗിച്ച് മണ്ഡലത്തിലെ ഭവനരഹിതർക്ക് വീടുകൾ വെച്ച് നൽകുവാനുമാണ് ചാണ്ടി ഉമ്മൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരിക്കും ഈ തീരുമാനത്തെ ഒരു ചെലവ് ചുരുക്കൽ മാത്രമായി കാണുവാൻ കഴിയില്ല. ഇതൊരു നവോത്ഥാന ചിന്ത കൂടിയാണ്. നമ്മുടെ നാടിനെ വൃത്തികേടാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് വഴിനീളെ ഭിത്തികളിൽ പതിക്കുന്ന പോസ്റ്ററുകളും അവിടെയും ഇവിടെയും ചാരി വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളും ആണ്. ഓരോ തിരഞ്ഞെടുപ്പ് കാലം കഴിയുമ്പോഴും പൊതു ഇടങ്ങൾ കീറി തുടങ്ങിയ ബാനറുകളും ഫ്ലെക്സുകളും കൊണ്ട് വൃത്തികേടാകും. ജയിച്ച സ്ഥാനാർത്ഥിയുടെയും തോറ്റ സ്ഥാനാർത്ഥികളുടെയും ചിത്രങ്ങളും പേരുകളും എല്ലാം അവിടെ വൃത്തികേടായി അവശേഷിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കഴിഞ്ഞ ഡിസംബറിൽ നടന്ന തിരഞ്ഞെടുപ്പിന്റെ അവശേഷിപ്പുകൾ പല വാർഡുകളിലും ഇന്നും തെരുവുകൾ നിറയെ കാണാം. തോറ്റ സ്ഥാനാർത്ഥികൾ പോയിട്ട് ജയിച്ച അംഗം പോലും അതുവഴി പിന്നെ പോയിട്ടില്ല എന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകും. വികസിത രാജ്യങ്ങളിൽ ഒക്കെ ഇലക്ഷൻ പ്രചാരണത്തിന് പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കുവാൻ അവിടങ്ങളിൽ അനുമതിയില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലെ തെരുവുകൾ വൃത്തിയോടുകൂടി സംരക്ഷിക്കപ്പെടുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിലെത്തുന്ന വിദേശികൾ ഇവിടെ പോസ്റ്ററുകളും ബാനറുകളും നിറഞ്ഞ തെരുവുകൾ കാണുമ്പോൾ എത്ര അപരിഷ്കൃതർ ആണ് ഇവിടെ ജീവിക്കുന്നതെന്ന് ചിന്തിക്കും. മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് ശേഷം അവശേഷിക്കുന്ന ഇവ ജീർണിച്ചു കിടക്കുമ്പോൾ നാം ജീവിക്കുന്ന ചുറ്റുപാട് തന്നെ വൃത്തികേടായി മാറുന്നു. ചാണ്ടി ഉമ്മൻ ഇവിടെ എടുത്ത തീരുമാനത്തിന് ഈ നാട് മുഴുവനും വൃത്തിയാക്കുവാൻ കഴിയില്ല എങ്കിലും അത് ഒരു തുടക്കമാകും എന്നും കേരളത്തിൽ ഒരു നവോത്ഥാന ചിന്തയ്ക്ക് കാരണമാകുമെന്നും പ്രതീക്ഷിക്കാം. ഇലക്ഷൻ പ്രചാരണത്തിനു വേണ്ടി ഒരു നിശ്ചിത തുകയെ ഉപയോഗിക്കാവൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷം അതിന്റെ കണക്കുകൾ സമർപ്പിക്കുകയും വേണം. എന്നാൽ പ്രമുഖ രാഷ്ട്രീയ മുന്നണികളുടെ എല്ലാ സ്ഥാനാർത്ഥികളും കോടികൾ ചെലവഴിക്കുന്നത് സത്യമാണ്. സാധാരണ ജനങ്ങളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുവാനാണ് ഈ 50 ലക്ഷം മുതൽ 2 കോടി അല്ലെങ്കിൽ 3 കോടി രൂപ വരെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചെലവഴിക്കുന്നത്. ഫ്ലെക്സുകൾ പ്രിന്റ് ചെയ്യുന്നതിനും പോസ്റ്ററുകൾ അച്ചടിക്കുന്നതിനും അത് കൊണ്ടുവരുന്നതിനും പലയിടങ്ങളിൽ സ്ഥാപിക്കുന്നതിനും വരുന്ന ചെലവുകളാണ് അതിൽ പ്രധാനം. ഇതുകൂടാതെ വരുന്നത് പ്രചരണ വാഹനങ്ങൾക്കുള്ള കൂലിയും പ്രവർത്തകർക്ക് നൽകുന്ന സഹായവുമൊക്കെയാണ്. പ്രധാനമായി വരുന്ന ചെലവ് ഒഴിവാക്കുന്നത് വഴി ഇലക്ഷൻ പ്രചാരണ ചെലവ് 40% എങ്കിലും കുറയ്ക്കുവാൻ ചാണ്ടി ഉമ്മന് കഴിയും. തമിഴ്നാട്ടിലെ തെങ്കാശിയിലേക്ക് പോകേണ്ട ഈ പണം മണ്ഡലത്തിലെ സാധാരണക്കാരായ ചിലർക്ക് ഭവനം നിർമ്മിച്ച് നൽകുവാൻ കഴിയുമെന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നു. ഈ 10 അല്ലെങ്കിൽ 20 ദിവസത്തേക്ക് വേണ്ടി അനാവശ്യമായി വരുന്ന ചിലവുകൾ വരുത്തി വയ്ക്കുന്നതിന് പകരം ആ പണം കൊണ്ട് ചിലർക്ക് സ്വസ്ഥമായി ജീവിക്കുവാനുള്ള വീടുകൾ ഒരുങ്ങും. ഫ്ലെക്സുകളിൽ മുഖം അച്ചടിച്ച് വെക്കുന്നതിന് പകരം ചിലരുടെ ജീവിതത്തിൽ തന്നെ ഇടപെടുവാനും ഉന്നമനം കൊണ്ടുവരുവാനും ഈ തീരുമാനത്തിന് കഴിയും. ചാണ്ടി ഉമ്മന്റെ ഈ പ്രസ്താവന പ്രകടമാക്കുന്നത് അദ്ദേഹത്തിന്റെ അസാധാരണപരമായ ആത്മവിശ്വാസമാണ്. മണ്ഡലത്തിലെ ഓരോ ജനങ്ങൾക്കും തന്നെ അറിയാം, ഒരു കൊച്ചുകുട്ടി പോലും ചാണ്ടി ഉമ്മൻ എന്ന് പേരെടുത്ത് വിളിക്കും. അതുകൊണ്ട് തന്നെ ഫ്ലെക്സുകൾ പതിച്ച് തന്റെ മുഖം പരിചയപ്പെടുത്തേണ്ട ആവശ്യം മലയാളികൾക്കിടയിൽ ഇല്ല. പുതുപ്പള്ളിയിലെ ഓരോ വോട്ടർമാരിലേക്കും നേരിട്ടും പ്രവർത്തകർ വഴിയും എത്തുവാനാണ് ചാണ്ടി ഉമ്മൻ ലക്ഷ്യമിടുന്നത്. വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും വ്യക്തിബന്ധം ഊഷ്മളമാക്കുവാനും ഈ അവസരം ഉപയോഗിക്കും എന്നാണ് ചാണ്ടി ഉമ്മന്റെ അഭിപ്രായം. ദൃശ്യമാധ്യമം എല്ലാവരും ഉപയോഗിക്കുന്ന ഈ കാലത്ത് ജനങ്ങളിലേക്ക് എത്തുവാൻ വഴിയോരങ്ങളെ വികൃതമാക്കുന്ന പോസ്റ്ററുകളുടെ ആവശ്യം ഇല്ലതാനും. ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയും സാമൂഹിക പ്രതിബദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്താൽ യാതൊരു ചിലവുമില്ലാതെ ജനമനസ്സുകളിൽ ഇടം നേടുവാൻ കഴിയും. ഒപ്പം ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിന്റെ മകൻ എന്ന സിഗ്നേച്ചർ ചാണ്ടി ഉമ്മൻ ഉള്ളതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഏറെ ശ്രദ്ധ ലഭിക്കുകയും ചെയ്യും. വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണം കൊണ്ടുവന്ന ആളാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും. സൗഹൃദപരമായി ജനങ്ങളെ കണ്ട് ആരെയും അകറ്റി നിർത്താതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. ഈ സ്വഭാവ സവിശേഷത കൈപിടിയാതെ തന്നെ കേരള സംസ്ഥാനത്തിന് നേതൃത്വം നൽകുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. സമര രാഷ്ട്രീയത്തിൽ ഹർത്താലുകളും പണിമുടക്കുകളും വേണ്ട എന്ന് തീരുമാനിച്ച ഒരാൾ കൂടിയാണ് ഉമ്മൻചാണ്ടി. തൊഴിലെടുത്ത് ജീവിക്കുന്നവരുടെ വരുമാനത്തെയും വ്യവസായങ്ങളുടെയും കച്ചവട സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തെയും പൊതുജീവിതത്തെയും സാരമായി ബാധിക്കുന്ന ഈ സമര രീതികൾ സംസ്ഥാനത്തിന് ദോഷം ചെയ്യുമെന്ന ആശയത്തിൽ ഉറച്ചു നിന്ന ആളാണ് ഉമ്മൻചാണ്ടി. സംസ്ഥാനത്തെ രാഷ്ട്രീയ സംസ്കാരത്തിൽ തന്നെ സ്വാധീനം ചെലുത്തുവാനും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ രീതികളിൽ മാറ്റം കൊണ്ടുവരുവാനും ഈ തീരുമാനത്തിന് സാധിച്ചു. ശരിക്കും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകർ ചിന്തിക്കേണ്ട കാര്യമാണിത്. ഈ വികസിത കേരളം ആണ് സ്വപ്നമെങ്കിൽ തെരുവുകളെ അലങ്കോലമാക്കുന്ന പ്രചാരണ ബാനറുകളും പോസ്റ്ററുകളും ഒഴിവാക്കണം. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണം.
വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാനും ദൃശ്യമാധ്യമങ്ങൾ വഴി ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും തീരുമാനിക്കണം. അങ്ങനെ ഒരു മാതൃക ഉണ്ടാക്കുവാൻ കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കൂടുതൽ സുന്ദരവും അർത്ഥപൂർണവുമാകും. പ്രചാരണത്തിന് ബാനറുകളും പോസ്റ്ററുകളും ഇല്ലാതെ ചാണ്ടിയുമൻ ഈ വരുന്ന തിരഞ്ഞെടുപ്പ് വിജയിച്ചാൽ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഈ മാതൃക പ്രശംസിക്കപ്പെട്ടാലും അത് സമീപകാലത്ത് ആരും അനുകരിച്ചെന്ന് വരില്ല. പക്ഷെ അതൊരു ചർച്ചാ വിഷയമാകും. ബാനറുകളും പോസ്റ്ററുകളും ഇല്ലാതെ തിരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള ചാണ്ടിയുമന്റെ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുവെങ്കിൽ ഒരു ലൈക്ക് നൽകുക. ആ പണം ഉപയോഗിച്ച് വീട് പണിത് നൽകുവാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് ഒരു ഹൈപ്പ് നൽകുക. നല്ല ആശയങ്ങൾ പാറിപ്പറക്കട്ടെ.